friends, welcome back to Cinema Explainer. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ ഡാർക്ക് നൈറ്റ് എന്ന തെലുങ്ക് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്കൊട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. മൂവി തുടങ്ങുമ്പോൾ തന്നെ സിനിമയിലെ മെയിൻ ക്യാരക്ടറായ ഹേമ എന്ന സ്ത്രീയെയാണ് കാണിക്കുന്നത്. ഒരു ദിവസം ഹേമ വളരെ വിഷമത്തോടെ കാറ് ഡ്രൈവ് ചെയ്ത് എന്തൊക്കെയോ ആലോചിച്ച് പോകുമ്പോൾ റോഡരികിൽ ഒരു യാചകന്റെ വേഷത്തിലുള്ള ഒരാൾ നടന്നു പോകുന്നത് ശ്രദ്ധിക്കുന്നു. കാറിൽ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ അതേ വ്യക്തി തന്നെ വീണ്ടും നടന്നു പോകുന്നതായി ഹേമ കണ്ട് കുറച്ചൊന്ന് ഞെട്ടുകയാണ്. അങ്ങനെ കുറച്ചുകൂടി മുന്നോട്ട് പോയപ്പോൾ വീണ്ടും അതേ വ്യക്തി നടന്നു പോകുന്നത് കണ്ട് ഹേമയുടെ മൈൻഡ് ബ്ലാങ്ക് ആവുന്നു. ഒരേ വ്യക്തി തന്നെ വീണ്ടും വീണ്ടും എതിർവശത്ത് വരുന്നത് എന്താണെന്ന് ആലോചിച്ച് ടെൻഷനിൽ കാറ് സ്പീഡിൽ ഓടിക്കുകയും എതിരെ വരുന്ന ബൈക്ക് ശ്രദ്ധിക്കാതെ ഇടിച്ച് അപകടം ഉണ്ടാക്കുകയും ചെയ്യുന്നു. അതോടെ ആ ബൈക്ക് ഓടിച്ചിരുന്ന വ്യക്തി താഴെ വീഴുകയും അയാളുടെ കൈക്ക് ഫ്രാക്ചറായി വേദനയോടെ ബുദ്ധിമുട്ടുകയും ചെയ്യുന്നു. ആ വ്യക്തിയുടെ പേര് റോഷൻ എന്നാണ്. റോഷൻ കൈവേദന കൊണ്ട് ബുദ്ധിമുട്ടുന്നത് കണ്ട ഹേമ താൻ ആക്സിഡന്റ് ഉണ്ടാക്കിയത് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചതെന്ന് കരുതി റോഷനെ തന്റെ കാറിൽ തന്നെ ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. റോഷനെ ചികിത്സിച്ച ഡോക്ടർ ഹേമയോട് റോഷന്റെ കൈക്ക് ഫ്രാക്ചർ ആയതുകൊണ്ടാണ് ബാൻഡേജ് ഇട്ടിരിക്കുന്നത്, കുറച്ച് ദിവസത്തേക്ക് ആ കൈ കൊണ്ട് യാതൊരു പണിയും ചെയ്യരുത്, അതുപോലെ 4 ദിവസത്തേക്ക് എല്ലാ ദിവസവും അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന് ചെക്കപ്പ് ചെയ്ത് ബാൻഡേജ് മാറ്റണമെന്നും പറയുന്നു. അപ്പോൾ ഹേമ റോഷനോട് ഞാൻ കാരണമാണ് ആക്സിഡന്റ് ഉണ്ടായത്, സോറി എന്ന് പറയുന്നു. അതിന് റോഷൻ സാരമില്ല, എനിക്ക് എൻ്റെ അപ്പാർട്ട്മെന്റിലേക്ക് പോകണം, ബൈക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഒരു ഓട്ടോ വിളിച്ചു തരുമോ എന്ന് ചോദിക്കുന്നു. അതിന് ഹേമ എൻ്റെ കയ്യിൽ കാറുണ്ട്, നിങ്ങളെ ഞാൻ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞ് റോഷനെ കാറിൽ കയറ്റി കൊണ്ടുപോയി അവൻ്റെ അപ്പാർട്ട്മെന്റിനടുത്ത് ഡ്രോപ്പ് ചെയ്യുന്നു. വീണ്ടും സോറി പറയുകയും നാളെയും നിങ്ങളെ ഞാൻ എൻ്റെ കാറിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞ അവൾ പോവാണ്. സീൻ കട്ട് ചെയ്താൽ പിറ്റേ ദിവസവും ഹേമ തന്നെയാണ് റോഷനെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോകുന്നത്. ചെക്കപ്പ് കഴിഞ്ഞ ശേഷം റോഷൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരുപാട് മാഗി പാക്കറ്റുകൾ വാങ്ങിക്കൊണ്ടുവരുന്നത് കണ്ട് ഹേമ ചോദിക്കുന്നുണ്ട് ഇത്രയും മാഗി പാക്കറ്റുകൾ എന്തിനാണെന്ന്. അതിന് റോഷൻ തനിക്ക് മാഗി അല്ലാതെ വേറൊരു ഭക്ഷണവും ഉണ്ടാക്കാൻ അറിയില്ല, അതുകൊണ്ട് രാവിലെ ടിഫിനും ഉച്ചയ്ക്ക് ലഞ്ചും രാത്രി ഡിന്നറും ഇത് തന്നെയാണ് ഉണ്ടാക്കുന്നത്, ഇപ്പോഴത്തെ തൻ്റെ കൈയുടെ അവസ്ഥയിൽ ഇത് ഉണ്ടാക്കുന്നത് തന്നെ വലിയ കാര്യമാണ് എന്ന് പറയുന്നു. അപ്പോഴാണ് ഹേമയും റോഷനും പരസ്പരം പേര് പറഞ്ഞ് പരിചയപ്പെടുന്നത്. തുടർന്ന് ഹേമ റോഷനെ അപ്പാർട്ട്മെന്റിനടുത്ത് ഡ്രോപ്പ് ചെയ്ത് വീട്ടിൽ പോയി കാറിൽ നിന്ന് ഇറങ്ങാൻ തുടങ്ങുമ്പോഴാണ് റോഷൻ തൻ്റെ ഫോൺ കാറിൽ മറന്നു വെച്ചതായി കാണുന്നത്. ഫോൺ എടുത്ത് താൻ ആക്സിഡന്റ് ഉണ്ടാക്കിയത് കാരണമാണ് റോഷൻ ഭക്ഷണം പോലും ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുന്നതെന്ന് ആലോചിച്ചിട്ട് ടിഫിൻ റെഡിയാക്കി മൊബൈലിനോടൊപ്പം ടിഫിൻ ബോക്സ് എടുത്ത് റോഷന്റെ അപ്പാർട്ട്മെന്റിൽ പോയി അവന് കൊടുക്കുന്നു. ടിഫിൻ കഴിച്ച റോഷൻ അത് വളരെ ടേസ്റ്റി ആണെന്ന് പറയുകയും തന്നോട് ഇത്രയും കരുതൽ കാണിച്ചതിന് നന്ദി പറയുകയും ചെയ്യുന്നു. ഇരുവരും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ റോഷൻ ഷർട്ട് ഇടാൻ ബുദ്ധിമുട്ടുന്നത് കണ്ട ഹേമ അവന് ഷർട്ട് ഇട്ട് കൊടുത്ത് ബട്ടൺസ് ഇട്ട് കൊടുക്കുന്നു. ഹേമ തന്നോട് ഇത്രയും സ്നേഹം കാണിക്കുന്നത് കണ്ട് റോഷൻ ഒരു പ്രത്യേക ഫീല് തോന്നുകയും അവൻ അവളെ തന്നെ നോക്കി നിൽക്കുകയും ചെയ്യുന്നു. ഇത് ശ്രദ്ധിച്ച ഹേമ പെട്ടെന്ന് അവിടെ നിന്നും പോകുന്നു. അന്ന് തന്നെ റോഷൻ ഹേമയെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് വീട്ടിലിരുന്ന് ബോറടിക്കുന്നു, കൈക്ക് കുഴപ്പമില്ലായിരുന്നെങ്കിൽ ബൈക്കിൽ സിറ്റ് മുഴുവൻ കറങ്ങി വന്നേനെ, നിങ്ങളെങ്കിലും എന്നെ ഒരു റെസ്റ്റോറൻറ്റ് വരെയെങ്കിലും കൊണ്ടുപോകാമോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട ഹേമ ഞാൻ എന്തിനു കൊണ്ടുപോകണം, ഞാൻ കാരണം ആക്സിഡന്റ് ഉണ്ടായി നീ ബുദ്ധിമുട്ടുന്നത് കണ്ട് ഞാൻ ഹെൽപ്പ് ചെയ്തു, അല്ലാതെ നീ ചോദിക്കുന്നതെല്ലാം ചെയ്യാൻ ഞാൻ നിന്റെ സെർവൻ്റ് അല്ല എന്ന് സീരിയസ് ആയി പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ പിന്നീട് നന്നായി ആലോചിച്ചപ്പോൾ വെറുതെ റോഷനോട് ദേഷ്യപ്പെട്ടല്ലോ എന്ന വിഷമം തോന്നി വീണ്ടും റോഷനെ വിളിച്ച് സോറി പറയുന്നു. അങ്ങനെ റോഷനെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡ് കഴിച്ച് ഇരുവരും സംസാരിച്ച് ക്ലോസ് ആവുന്നു. അപ്പോൾ ഹേമ റോഷനോട് ചോദിക്കുന്നുണ്ട് പുറത്തുനിന്ന് കഴിക്കുന്നത് എന്തിനാ, വീട്ടിൽ പോയി അമ്മയെ കൊണ്ട് ഫുഡ് ഉണ്ടാക്കിച്ച് കഴിച്ച് സന്തോഷമായി അമ്മയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്തുകൂടെ എന്ന്. അതിന് റോഷൻ പറയുന്നുണ്ട് എൻ്റെ അമ്മ എൻ്റെ ചെറുപ്പത്തിലെ തന്നെ മരിച്ചുപോയി, പിന്നീട് അച്ഛൻ വേറൊരു സ്ത്രീയെ കല്യാണം കഴിച്ച് എനിക്ക് അമ്മയായി കൊണ്ടുവന്നു, എന്നാൽ എൻ്റെ രണ്ടാനമ്മയ്ക്ക് എന്നോട് യാതൊരു ഇഷ്ടമോ സ്നേഹമോ ഇല്ലായിരുന്നു, സത്യം പറഞ്ഞാൽ അമ്മയുടെ സ്നേഹം എങ്ങനെ ഇരിക്കുമെന്ന് പോലും എനിക്കറിയില്ല എന്ന് പറഞ്ഞ് വിഷമിക്കുമ്പോൾ ഹേമ അവനെ ആശ്വസിപ്പിക്കുന്നു. നെക്സ്റ്റ് സീനിൽ ഹേമ റോഷനെ അപ്പാർട്ട്മെന്റിൽ വിട്ടിട്ട് പോകുമ്പോൾ അവിടെയുള്ള ചെസ് ബോർഡ് കണ്ടിട്ട് നിനക്ക് ചെസ് കളിക്കാൻ അറിയാമോ എന്ന് ചോദിക്കുന്നു. അതിന് റോഷൻ നിങ്ങൾക്കും ചെസ് അറിയാമോ എങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരു ഗെയിം കളിച്ചിട്ടേ കാര്യമുള്ളൂ എന്ന് നിർബന്ധിക്കുന്നു. പെട്ടെന്ന് പവർ കട്ടാവുന്നു. ഇരുട്ടിൽ റോഷൻ ഹേമയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളെ തന്നെ നോക്കിയിരിക്കുമ്പോൾ അത് ശ്രദ്ധിച്ച ഹേമ അവിടെ നിന്നും പോവാനായി എഴുന്നേക്കുന്നു. അപ്പോൾ റോഷൻ ഹേമയുടെ കൈ പിടിച്ച് അടുത്തേക്ക് വലിച്ച് കിസ് ചെയ്യാൻ ശ്രമിക്കുന്നു. അതോടെ ഹേമയ്ക്ക് വളരെ ദേഷ്യം വരികയും അവൻ്റെ കവിള് തടിച്ച് ദേഷ്യത്തിൽ അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അതോടെ ഹേമയുടെ കാര്യത്തിൽ താൻ തെറ്റ് ചെയ്തോ എന്ന് റോഷന് വിഷമം തോന്നുകയാണ്. മറുവശത്ത് വീട്ടിൽ പോയിട്ടും ഹേമ നടന്ന കാര്യങ്ങൾ തന്നെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. പിറ്റേ ദിവസം റോഷന് അവസാനത്തെ ചെക്കപ്പ് ആയതിനാൽ ഹേമ അവനെ ഹോസ്പിറ്റലിൽ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഡോക്ടർ റോഷന്റെ കയ്യിലെ ബാൻഡേജ് അഴിച്ചു മാറ്റുകയും ഇനി വേദനയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഹേമ റോഷനോട് അവനെ തല്ലിയതിന് സോറി പറഞ്ഞ് ചിരിക്കുകയാണ്. റോഷനും വളരെ ഹാപ്പി ആയിട്ട് ഇരുവരും ബൈക്കിൽ സിറ്റി മുഴുവൻ കറങ്ങി ഫുള്ളായി എൻജോയ് ചെയ്യുന്നു.
ഹേമയ്ക്കും റോഷന്റെ ക്യാരക്ടർ നന്നായി ഇഷ്ടപ്പെടുകയും അവനോട് കൂടുതൽ ക്ലോസ് ആവുകയും ചെയ്യുമ്പോൾ റോഷനും വളരെ സന്തോഷവാനാവുന്നുണ്ട്. അങ്ങനെ ഇരുവരും വൈകുന്നേരം വരെ സിറ്റി മുഴുവൻ കറങ്ങിയ ശേഷം ഹേമ റോഷനെ അപ്പാർട്ട്മെന്റിന്റെ അടുത്ത് ഡ്രോപ്പ് ചെയ്തിട്ട് വീട്ടിലേക്ക് വരുന്നു. എന്നാൽ അപ്പോഴേക്കും ഹേമയുടെ വീട്ടിൽ ഒരാൾ അവൾക്കായി വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അയാളെ കണ്ട് ഹേമ കുറച്ചൊന്ന് ഞെട്ടുകയും അവനോട് ഒന്നും മിണ്ടാതെ തന്റെ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നു. ഇവിടെയാണ് ഒരു ട്വിസ്റ്റ് റിവീൽ ആവുന്നത്. അവൻ മറ്റാരുമല്ല, ഹേമയുടെ ഭർത്താവ് അലക്സ് ആണ്. അതായത് ഹേമയ്ക്ക് നേരത്തെ തന്നെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഹേമയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്നറിയാൻ ഇവിടെ സ്റ്റോറി ഫ്ലാഷ് ബാക്കിലേക്ക് പോവുകയാണ്. സീൻ കട്ട് ചെയ്താൽ 1 വർഷം മുമ്പ് അലക്സും ഫാമിലിയും പെണ്ണ് കാണാനായി ഹേമയുടെ വീട്ടിൽ വരികയും ഹേമയ്ക്ക് അലക്സിനെ നന്നായി ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു. അലക്സിനും ഫാമിലിക്കും ഹേമയെ നന്നായി ഇഷ്ടപ്പെട്ടതുകൊണ്ട് അവരുടെ കല്യാണം വളരെ ഗ്രാൻഡായി നടത്തുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ അലക്സ് ഒരു ഫേമസ് ലോയറാണ്. സ്വന്തമായി ഒരു ഓഫീസൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നല്ലപോലെ പണം സമ്പാദിക്കുന്ന ഒരാളാണ്. കല്യാണത്തിന് ശേഷം അലക്സ് ഹേമയെ അവരുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. അന്ന് രാത്രി തന്നെ അവർക്ക് ആദ്യ രാത്രി ഒരുക്കുകയും രണ്ടുപേരെയും ആദ്യ രാത്രിയുടെ മുറിയിലേക്ക് പറഞ്ഞയക്കുകയും ചെയ്യുന്നു. അങ്ങനെ ഹേമ പാല് ഗ്ലാസുമായി ഒരുപാട് പ്രതീക്ഷകളോടെ മുറിയിലേക്ക് വരുമ്പോൾ അലക്സ് അപ്പോഴേക്കും ആർക്കോ ഫോൺ ചെയ്യുകയും അവർ ഫോൺ എടുക്കാത്തത് കൊണ്ട് കുറച്ച് ദേഷ്യത്തിലിരിക്കുകയായിരുന്നു. അത് ശ്രദ്ധിച്ച ഹേമ എന്താണ് കാര്യമെന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ല എന്ന് അലക്സ് പറയുന്നു. തുടർന്ന് അലക്സ് ഹേമയുടെ അടുത്തേക്ക് വന്ന് അവളുടെ കൂടെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ച ശേഷം അവളെ ഹഗ് ചെയ്ത് അടുത്തേക്ക് ചേർത്ത് ഇരുവരും ഇന്റിമേറ്റ് ആകാൻ തുടങ്ങുമ്പോഴാണ് ട്വിസ്റ്റ്. അപ്പോൾ അലക്സിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു. അലക്സ് പെട്ടെന്ന് ഹേമയുടെ അടുത്ത് നിന്നും എഴുന്നേറ്റ് പോയി ഫോൺ എടുത്തിട്ട്, എന്താ നിനക്ക്, എത്ര തവണ ഞാൻ കോൾ ചെയ്തു എന്നറിയാമോ, നീ എവിടെയാ, ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാ എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. എന്നിട്ട് ഹേമയോട്, എനിക്കൊരു അർജന്റ് വർക്ക് ഉണ്ട്, ഞാൻ തിരികെ വരുമ്പോഴേക്കും ലേറ്റ് ആവും, നീ കിടന്നുറങ്ങിക്കോ എന്ന് പറഞ്ഞ് അവൻ പോകുന്നു. ഇതെല്ലാം കണ്ട ഹേമ ആദ്യ രാത്രി തന്നെ ഭർത്താവ് ഭാര്യയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് പോകുന്നത് എന്താണെന്ന് ഒന്നും മനസ്സിലാകാതെ അങ്ങനെ ഷോക്കിലിരിക്കുകയാണ്. ഇവിടെ റിവീൽ ആവുന്ന ഞെട്ടിക്കുന്ന ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അലക്സ് ആദ്യ രാത്രിയിൽ തന്റെ ഭാര്യയെ ഒറ്റയ്ക്ക് വിട്ടിട്ട് സോഫി എന്നൊരു പെൺകുട്ടിയുടെ ഫ്ലാറ്റിലേക്ക് പോയി അവളെ കണ്ട് അവളുമായി ഇന്റിമേറ്റ് ആയി ഫുള്ളായി എൻജോയ് ചെയ്യുന്നു. ഇവിടെ നമുക്ക് മനസ്സിലാവുന്ന കാര്യം അലക്സും സോഫിയും നേരത്തെ തന്നെ അഫെയറിലാണെന്നാണ്. സോഫി അലക്സിന്റെ ഓഫീസിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്. അലക്സ് സോഫിയുടെ സൗന്ദര്യത്തിൽ മയങ്ങി അവളുമായി അഫെയറിലായി. അവളെ അന്ധമായി വിശ്വസിച്ച് അവൾ പറയുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അലക്സിന്റെ കല്യാണം കഴിഞ്ഞു എന്നറിഞ്ഞിട്ടും സോഫി അവനുമായുള്ള അഫെയർ കണ്ടിന്യൂ ചെയ്യുകയും അലക്സിനെ തന്റെ ഗ്രിപ്പിൽ നിർത്തി ഭാര്യയെക്കാളും കൂടുതൽ ഇമ്പോർട്ടൻസ് തനിക്ക് നൽകുന്ന രീതിയിൽ ആക്കിയെടുക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ അങ്ങനെ അലക്സ് രാത്രി മുഴുവൻ സോഫിയോടൊപ്പം എൻജോയ് ചെയ്ത് രാവിലെ വീട്ടിൽ വന്ന് സുഖമായി ഉറങ്ങുമ്പോഴാണ് രാത്രി മുഴുവൻ അലക്സ് വീട്ടിലില്ലായിരുന്നു എന്നറിഞ്ഞ് അവൻ്റെ ചേച്ചി വന്നിട്ട് അവനെ വിളിച്ചുണർത്തുന്നത്. നിന്റെ ഉദ്ദേശം എന്താടാ, ആദ്യ രാത്രി പാതി വഴിയിൽ എഴുന്നേറ്റ് പോവാണോ, നീ എവിടെ പോയതാന്ന് ചേച്ചി ചോദിക്കുന്നു. അതിന് അലക്സ് ഒരു അർജന്റ് വർക്ക് വന്ന് പോയതാണെന്ന് പറയുന്നു. അവളിപ്പോൾ നിന്റെ ഭാര്യയാണ്, അവളെ സന്തോഷത്തോടെ നോക്കേണ്ട ഉത്തരവാദിത്വം നിനക്കാണ്, എന്തായാലും ഫ്രഷായി വന്ന് അവളെ പുറത്തൊക്കെ ഒന്ന് കൊണ്ടുപോകും എന്ന് പറയാണ്. അങ്ങനെ അന്ന് തന്നെ അലക്സ് ഹേമയെ റെസ്റ്റോറൻറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. എന്നാൽ അവളോടൊട്ടും സ്നേഹത്തോടെ സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യുന്നില്ല. അതുകൊണ്ട് ഹേമയ്ക്ക് വളരെ വിഷമാവുന്നുണ്ട്. വീട്ടിൽ വന്നപ്പോഴും അലക്സ് നേരെ ബെഡ്റൂമിൽ പോയി കിടന്നുറങ്ങാണ്. ഇതെല്ലാം ശ്രദ്ധിച്ച അലക്സിന്റെ ചേച്ചിക്കും ഫാമിലിക്കും തോന്നിയത് വീട്ടിലെല്ലാവരും ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഫ്രീ ആയി സംസാരിക്കാൻ കഴിയാത്തത് എന്നാണ്. അതുകൊണ്ട് അവർക്ക് ഏകാന്തമായിരിക്കാൻ ഒരു വില്ല എടുത്തു നൽകാണ്. എന്നിട്ട് അലക്സിനോടും ഈ കാര്യം പറയുകയും ഹേമയോട് ഇനി മുതൽ അലക്സിനെ നീ വേണം ശ്രദ്ധിക്കാൻ, അവൻ വളരെ നല്ലവനാണ്, അമ്മയും കുടുംബത്തെയും വിട്ട് അവൻ നിന്നിട്ടില്ല, ഇനി മുതൽ എല്ലാം നീയാണ്, സന്തോഷമായിരിക്കണം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. ഹേമയും തന്റെ ഭർത്താവ് അലക്സിനോടൊപ്പം ഇനി മുതൽ എൻ്റെ മാരീഡ് ലൈഫ് വളരെ നന്നായിരിക്കും എന്ന് പറഞ്ഞ് സന്തോഷിക്കുന്നു. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം അലക്സ് കാറിൽ ഓഫീസിലേക്ക് വരുമ്പോൾ 2 ചെയിൻ സ്നാച്ചേഴ്സ് ബൈക്കിൽ വന്ന് ആ വഴിയിലൂടെ നടന്നു പോവായിരുന്ന ഒരു സ്ത്രീയുടെ കഴുത്തിലെ സ്വർണ്ണമാല പൊട്ടിച്ച് അവിടെ നിന്നും രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് കാണുന്നു. ഇത് കണ്ട അലക്സ് അവരെ പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ കള്ളന്മാർ അലക്സിനെ കത്തി കാണിച്ച് ഭയപ്പെടുത്തി ബൈക്കിൽ രക്ഷപ്പെടാൻ നോക്കുന്നു. എന്നാൽ അവരുടെ ബൈക്ക് സ്റ്റാർട്ട് ആകാത്തതുകൊണ്ട് ആ 2 കള്ളന്മാരും തമ്മിൽ വഴക്കിട്ട് ബൈക്കും തള്ളിക്കൊണ്ട് പോവാണ്. ആ വഴക്കിനിടയിൽ സ്വർണ്ണമാല അവിടെ തന്നെ താഴെ വീണു പോയിരുന്നു. ആ സ്ത്രീ സ്വർണ്ണമാലയും എടുത്ത് സന്തോഷത്തോടെ അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കണ്ടു നിന്ന അലക്സ് അവിടെ വെച്ച് മൂവിയുടെ തുടക്കത്തിൽ ഹേമ കണ്ട ആ യാചകന്റെ വേഷത്തിലുള്ള വ്യക്തിയെ കാണുന്നു. അലക്സ് അയാൾക്ക് എന്തോ ശക്തി ഉണ്ടെന്ന് കരുതി കുറച്ച് പണം കൊടുത്ത് പോവാൻ തുടങ്ങുമ്പോൾ അയാൾ അലക്സിന് ഒരു ക്രിസ്തുദേവന്റെ കുരിശ് ലോക്കറ്റ് കൊടുക്കുന്നു. അലക്സ് അത് വാങ്ങി തൊഴുത് അവിടെ നിന്നും പോകുന്നു. സീൻ കട്ട് ചെയ്താൽ ഇപ്പോൾ പിറ്റേ ദിവസം വൈകുന്നേരം ഹേമ അലക്സിന് വേണ്ടി സ്പെഷ്യലായി അവന് ഇഷ്ടമുള്ള പലതരം ഫുഡ് ഐറ്റംസ് കഷ്ടപ്പെട്ടുണ്ടാക്കി വളരെ സുന്ദരിയായി ഒരുങ്ങി അലക്സിന് വേണ്ടി കാത്തിരിക്കുന്നു. മറുവശത്ത് അലക്സ് ഓഫീസിലിരിക്കുമ്പോൾ അവനെ കാണാൻ സോഫി വരുന്നു. അവളെ കണ്ട അലക്സ്, ഞാൻ നിനക്ക് കാർ അയച്ചിരുന്നില്ലല്ലോ, പിന്നെ നീ എങ്ങനെ വന്നു എന്ന് ചോദിക്കുന്നു. അതിന് സോഫി, നമ്മുടെ ജിം ബോയ് സാൻഡി കൊണ്ടുവന്ന് വിട്ടതാണ് എന്ന് പറയുന്നു. നീ തന്നെയല്ലേ അവനെ പരിചയപ്പെടുത്തിയത്, അവൻ വളരെ നല്ലവനാണ്, നല്ലൊരു ഫ്രണ്ടായി എന്ന് അവൾ പറയുന്നു. അപ്പോഴേക്കും ഹേമ അലക്സിനെ ഫോൺ വിളിച്ചിട്ട് വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നുകൊണ്ട് ഭയങ്കര ബോറടിച്ചു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ട് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി വെച്ചത്, അതുമല്ല ചേച്ചി പറഞ്ഞിട്ടുണ്ട് നിങ്ങളെ അമ്മയെ പോലെ നോക്കണമെന്ന്, അതുകൊണ്ട് പെട്ടെന്ന് വന്ന് എൻ്റെ ഭക്ഷണം കഴിച്ചു നോക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യുകയാണെന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. ഇതെല്ലാം അടുത്തു നിന്ന് കേട്ട സോഫിക്ക് അസൂയ
തോന്നുകയും ഇന്ന് നീ എൻ്റെ കൂടെ വന്ന് ഡിന്നർ കഴിക്കണമെന്ന് നിർബന്ധിച്ച് അലക്സിനെ കൊണ്ടുപോയി അവന് തീരെ ഇഷ്ടമല്ലാത്ത ഫുഡ് ഐറ്റംസ് എല്ലാം നിർബന്ധിച്ച് കഴിപ്പിച്ച് ലേറ്റായി വീട്ടിലേക്ക് അയക്കുന്നു. മറുവശത്ത് ഹേമ കാത്തിരിക്കുമ്പോൾ അലക്സ് ലേറ്റായി വീട്ടിൽ വരുന്നു. എന്നിട്ടും ഹേമ താൻ വളരെ സ്നേഹത്തോടെ ഉണ്ടാക്കിയ ഭക്ഷണം കൊടുക്കാൻ നോക്കുമ്പോൾ അപ്പോഴേക്കും അലക്സിന്റെ വയറ് നിറഞ്ഞതുകൊണ്ട് അവൻ കുറച്ച് മാത്രം കഴിച്ചിട്ട് എനിക്കിന് വയ്യ, വയറിനൊരു അസ്വസ്ഥത പോലെയുണ്ട്, ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്ന് പറഞ്ഞു പോയി കിടക്കുന്നു. അതോടെ ഹേമയ്ക്ക് വളരെ വിഷമാവുന്നുണ്ടെങ്കിലും അവൾ സങ്കടം കൺട്രോൾ ചെയ്യുന്നു. നെക്സ്റ്റ് സീനിൽ പിറ്റേ ദിവസം രാവിലെ അലക്സ് ഓഫീസിൽ പോയതിനു ശേഷം ഹേമയോട് അമ്മ ഫോൺ വിളിച്ച് സംസാരിക്കുന്നു. അപ്പോൾ ഹേമ അമ്മയോട് ഇന്നലെ രാത്രി ഞാൻ ഭർത്താവിന് വേണ്ടി ഒരുപാട് ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കിയിരുന്നു, എന്നാൽ അവന് വയറിന് അസ്വസ്ഥതയാണെന്ന് പറഞ്ഞു, രാവിലെ ഛർദ്ദിക്കുകയും ചെയ്തു, എന്നിട്ടും അവൻ ഓഫീസിലേക്ക് പോയി എന്ന് പറയുന്നു. ഇത് കേട്ട അമ്മ എങ്കിൽ ലഞ്ചിന് അവന് വേണ്ടി തൈര് സാധം ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്ക്, അത് കഴിച്ചാൽ എല്ലാം നോർമൽ ആവും എന്ന് പറയുന്നു. ഇത് കേട്ട ഹേമ അന്ന് ഉച്ചയ്ക്ക് അലക്സിന് വേണ്ടി തൈര് സാധവും എടുത്ത് അവൻ്റെ ഓഫീസിൽ പോയി അലക്സിന്റെ റൂമിലേക്ക് ചെല്ലുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച കണ്ട് അവളുടെ മൈൻഡ് ബ്ലാങ്ക് ആകുകയും അലക്സ് എന്ന് ഉറക്കെ വിളിക്കുകയും ചെയ്യുന്നു. കാരണം അവിടെ സോഫിയും അലക്സും റൊമാൻസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഹേമയെ കണ്ട അലക്സും സോഫിയും ഞെട്ടുന്നു. ഹേമ ദേഷ്യത്തോടെയും സങ്കടത്തോടെയും താൻ ഇത്രയും ദിവസം ദൈവം എന്ന് കരുതിയിരുന്ന ഭർത്താവ് ഇങ്ങനെയുള്ളവനാണോ എന്ന് കരുതി അവിടെ നിന്നും പോകുന്നു. കരഞ്ഞുകൊണ്ട് പോകുന്ന ഹേമയെ കണ്ട് അലക്സിന്റെ ഒരു ഫ്രണ്ട് എന്താണ് ഉണ്ടായത്, എന്തിനാ കരയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഹേമ എന്നിൽ നിന്നും നിങ്ങളൊരു സത്യം മറച്ചു വെച്ചില്ലേ ചേട്ടാ, ഞാൻ കാണാൻ പാടില്ലാത്തത് ഇന്ന് ഞാൻ കണ്ടു, ഞാൻ വഞ്ചിക്കപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് കാറിൽ വീട്ടിലേക്ക് പുറപ്പെടുന്നു. ഇതേ സീൻ തന്നെയാണ് നമുക്ക് മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ കാണിക്കുന്നത്. അപ്പോഴാണ് യാദൃശികമായി റോഷന്റെ ബൈക്കിനെ ഇടിക്കുന്നതും റോഷന്റെ കൈക്ക് ഫ്രാക്ചർ ആകുന്നതും. ഭർത്താവിന്റെ വഞ്ചന സഹിക്കാൻ കഴിയാതെ വിഷമിച്ചിരിക്കുന്ന ഹേമയ്ക്ക് റോഷന്റെ പരിചയം ഒരു ആശ്വാസമാകുന്നതും അങ്ങനെ അവർ ക്ലോസ് ആകുന്നതും ഒക്കെ നടക്കുന്നത് അപ്പോഴാണ്. ഇനി സ്റ്റോറി പ്രസന്റിൽ ഹേമ അലക്സിന്റെ മുഖത്തേക്ക് എന്ത് സംഭവിച്ചെന്ന രീതിയിൽ ചോദിക്കുമ്പോൾ അലക്സ് നടന്ന കാര്യങ്ങൾ ഓർക്കുന്നു. സത്യത്തിൽ ആ ഇൻസിഡന്റിന് ശേഷം അലക്സും ഹേമയും ഒരുമിച്ചാണ് താമസമെങ്കിലും പരസ്പരം സംസാരിക്കുന്നത് നിർത്തിയിരുന്നു. ഇപ്പോഴും അലക്സ് ഭാര്യയെക്കുറിച്ച് ചിന്തിക്കാതെ തനിക്ക് സോഫി ഉണ്ടല്ലോ എന്ന് കരുതി അവളോടൊപ്പം സന്തോഷവാനായി ഇരിക്കുകയാണ്. എന്നാൽ ഇന്ന് രാവിലെ അലക്സിന് ഭീമിലിയിൽ ഒരു അർജന്റ് വർക്ക് ഉണ്ടായിരുന്നതുകൊണ്ട് അവൻ അങ്ങോട്ടേക്ക് പുറപ്പെടുകയും സോഫിയെ വിളിച്ച് ഒരു വർക്കുമായി ബന്ധപ്പെട്ട് ഭീമിലേക്ക് പോവുകയാണെന്നും വൈകുന്നേരം തിരിച്ചു വരുമെന്നും എന്നെ ഓർത്ത് വിഷമിക്കണ്ട എന്നും പറയുന്നു. അതിന് സോഫി അയ്യോ വൈകുന്നേരം വരെ നിന്നെ കാണാതെ ഞാൻ എങ്ങനെ ഇരിക്കും, പെട്ടെന്ന് വാ ബേബി, ഞാൻ വെയിറ്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കോൾ കട്ട് ചെയ്യുന്നു. എന്നാൽ ഇവിടെ റിവീൽ ആവുന്ന കിടിലൻ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അപ്പോഴേക്കും സോഫി ഹോട്ടൽ റൂമിൽ ആ ജിം ബോയ് സാൻഡിയുമായി ഇന്റിമേറ്റായി ഫുള്ളായി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സത്യത്തിൽ സോഫി അലക്സിനെ അറിയിക്കാതെ സാൻഡിയുമായി അഫെയറിലായി. അലക്സിൽ നിന്നും ഒരുപാട് പണം വാങ്ങി അവനെ വഞ്ചിക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ അതേ ഹോട്ടലിൽ സ്റ്റേ ചെയ്തിരുന്ന അലക്സിന്റെ ഫ്രണ്ട് സോഫിയും സാൻഡിയും ഒന്നിച്ചു നിൽക്കുന്നത് കാണുകയും ഈ വിവരം അലക്സിനെ ഫോൺ വിളിച്ച് പറയുകയും ചെയ്യുന്നു. ഇത് കേട്ട അലക്സ് ഞെട്ടി ഉടൻ തന്നെ യൂട്ടേൺ എടുത്ത് ഹോട്ടലിൽ അവരുടെ റൂമിലേക്ക് പോയി നോക്കുമ്പോൾ സാൻഡി വാഷ്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. സോഫി ബെഡിൽ നല്ല ഉറക്കത്തിലായിരുന്നു. ഇതെല്ലാം കണ്ട അലക്സിന് സോഫി തന്നെ വഞ്ചിച്ചു എന്ന് മനസ്സിലാകുകയും ദേഷ്യം വന്ന് അവളെ കൊല്ലാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. എന്നാൽ ഇപ്പോൾ അവളെ കൊന്ന് ജയിലിൽ പോയാൽ തന്നെ പ്രാണന തുല്യം സ്നേഹിക്കുന്ന ഭാര്യ ഹേമയുടെ ജീവിതം നാശമാവുമെന്ന് ചിന്തിച്ച് വളരെ ഇമോഷണലായി അവിടെ നിന്നും ഹേമയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. സ്റ്റോറി പ്രസന്റിൽ അലക്സ് ഹേമയോട് നമ്മളെ ഒരാൾ വഞ്ചിച്ചാലേ ആ വേദന എങ്ങനെ ഇരിക്കുമെന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ, നീ അതിനേക്കാൾ കൂടുതൽ വിഷമിച്ചിട്ടുണ്ടാവുമല്ലേ, ഞാൻ നിന്നെ ഒരുപാട് വേദനിപ്പിച്ചു, നിന്റെ കൺമുന്നിൽ വെച്ചാണ് ഞാൻ അവളോടൊപ്പം നിന്നത്, ഞാൻ വലിയൊരു പാപിയാണ്, കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ ഞാൻ നിന്നോട് ഒരു ദിവസം പോലും സ്നേഹത്തോടെ ഇരുന്നിട്ടില്ല, അതാണ് ഞാൻ ചെയ്ത പാപം, ദൈവത്തോട് ഞാൻ ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല, എന്നാൽ ആദ്യമായി എനിക്കിപ്പോൾ ഒരു കാര്യം ചോദിക്കണമെന്നുണ്ട് എന്ന് പറഞ്ഞ് ഹേമയുടെ കാലിൽ വീണ് കരഞ്ഞുകൊണ്ട് എന്നോട് ക്ഷമിക്കുക ഹേമ, ഞാൻ ചെയ്തത് തെറ്റാണ്, പക്ഷെ ഇപ്പോൾ എനിക്കത് നന്നായി മനസ്സിലായി, നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല ഹേമ, എനിക്കൊരു ചാൻസ് താ, എന്നെ ഞാൻ മാറ്റിയെടുക്കാം, നമുക്ക് സന്തോഷമായിട്ടിരിക്കാം എന്ന് ഇമോഷണലായി പറയുന്നു. ഹേമയ്ക്കും അലക്സ് പൂർണ്ണമായി മാറിയെന്നും അവൻ തെറ്റ് തിരിച്ചറിഞ്ഞെന്നും മനസ്സിലാക്കി അവനെ കെട്ടിപ്പിടിച്ച് കരയുന്നു. അങ്ങനെ അവർ രണ്ടുപേരും വീണ്ടും ഒന്നാകുകയും ഇന്റിമേറ്റ് ആകുകയും ചെയ്യുന്നു. ഹേമ തന്റെ മാരീഡ് ലൈഫിൽ ആദ്യമായി വളരെ ഹാപ്പി ആവുന്നു. താൻ സ്വപ്നം കണ്ട ജീവിതം ഇപ്പോഴെങ്കിലും തനിക്ക് കിട്ടിയതിൽ അവൾ ഒരുപാട് സന്തോഷിക്കുന്നു. മറുവശത്ത് റോഷൻ തന്റെ ജീവിതത്തിൽ ആദ്യമായി തന്നോട് കരുതൽ കാണിച്ച സ്നേഹം എന്താണെന്ന് പരിചയപ്പെടുത്തിയ ഹേമ തന്റെ ജീവിതത്തിൽ വന്നതിൽ വളരെ സന്തോഷവാനായിരിക്കുകയാണ്. സീൻ കട്ട് ചെയ്താൽ നന്നായി ആലോചിച്ച ഹേമ റോഷനെ കുറിച്ച് ചിന്തിച്ച് പിറ്റേ ദിവസം പോയി അവനെ കാണുന്നു. അവൾ പറയുന്നുണ്ട്, നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയപ്പോൾ നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ള ചിന്തകളൊന്നുമില്ലായിരുന്നു, എന്നാൽ ആക്സിഡന്റ് നടന്നതിന് ശേഷം അത് എൻ്റെ കാരണമാണെന്നുള്ള കുറ്റബോധം കൊണ്ട് ഞാനൊരു അമ്മയെ പോലെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് നിന്റെ കാര്യങ്ങളെല്ലാം അടുത്ത് നിന്ന് നോക്കി, നീയും നിന്റെ അമ്മയിൽ നിന്നും കിട്ടാത്ത സ്നേഹം എന്നിൽ അന്വേഷിക്കുകയായിരുന്നു, അത്രമാത്രം, അതിനപ്പുറം ഒന്നുമില്ല. എനിക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിൽ നിന്നും സ്നേഹം കിട്ടിയിരുന്നില്ല, നിന്നോട് അടുപ്പം കാണിച്ച് നീ തെറ്റായി മനസ്സിലാക്കി,
മറ്റൊരാളുടെ ഭാര്യയായിരുന്നിട്ടും ഞാൻ നിന്നോട് കുറച്ച് ക്ലോസ് ആയിട്ടാണ് പെരുമാറിയത്. ആ ഇൻസിഡൻറ്റിന് ശേഷം എൻ്റെ ജീവിതത്തെ സീരിയസ് ആയി എടുക്കാതെ ഇത്രയും നാൾ ഞാൻ നിന്നോടൊപ്പം സഞ്ചരിച്ചു. എൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കുക റോഷൻ. ഇനി മുതൽ എൻ്റെ ഭർത്താവ് എന്നെ ശ്രദ്ധയോടെ നോക്കിക്കോളും എന്ന വിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ നമ്മൾ വീണ്ടും കണ്ടാൽ അത് നമ്മുടെ രണ്ടുപേരുടെയും ജീവിതം നശിപ്പിക്കും. ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായെന്ന് കരുതുന്നു. നിന്റെ ജീവിതത്തിൽ നീ വളരെ സന്തോഷമായിട്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇനി മുതൽ വീണ്ടും എന്നെ കാണാൻ ശ്രമിക്കരുത്, എന്നെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോകുന്നു. ഇതെല്ലാം കേട്ട് റോഷനും വളരെ ഇമോഷണൽ ആവുന്നു. സീൻ കട്ട് ചെയ്താൽ അന്ന് വൈകുന്നേരം അലക്സ് ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വന്ന ഉടനെ ഹേമയോടൊപ്പം ടൈം സ്പെൻഡ് ചെയ്യാൻ അവളെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഫുഡ് കഴിച്ച് രണ്ടുപേരും സംസാരിച്ച് സന്തോഷമായി ടൈം സ്പെൻഡ് ചെയ്യുന്നു. അലക്സ് സ്നേഹത്തോടെ നോക്കുന്നത് കൊണ്ട് ഹേമയും വളരെ ഹാപ്പി ആവുന്നു. അങ്ങനെ വീട്ടിൽ വന്ന ശേഷം ഇരുവരും ഇൻറ്റിമേറ്റ് ആയി ഉറങ്ങുന്നു. എന്നാൽ അർദ്ധരാത്രി സമയത്ത് നന്നായി മഴ പെയ്യുമ്പോൾ ഹേമയുടെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വരുന്നു. അത് കണ്ട ഹേമ ഞെട്ടുകയാണ്. കാരണം ആ മെസ്സേജ് അയച്ചത് വേറെ ആരുമല്ല, റോഷനായിരുന്നു. ഞാൻ നിങ്ങളുടെ വീടിന് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് എന്നായിരുന്നു അത്. ഉടനെ ഹേമ തന്റെ ഭർത്താവ് റോഷനെ കാണുന്നതിന് മുമ്പ് അവനെ അവിടെ നിന്നും പറഞ്ഞയക്കണം എന്ന് കരുതി ഭർത്താവ് ഉറങ്ങിയാണെന്ന് ഉറപ്പുവരുത്തി പുറത്തുപോയി മെയിൻ ഡോർ തുറന്നു നോക്കുമ്പോൾ അവിടെ റോഷൻ നിൽക്കുകയാണ്. ഹേമ അവനോട് ചോദിക്കുന്നുണ്ട്, ഈ സമയത്ത് ഇവിടേക്ക് എന്തിനാ വന്നത്? അലക്സ് വീട്ടിലുണ്ട്, അവൻ നിന്നെ ഇവിടെ കണ്ട പ്രശ്നമാവും, പൊക്കോളൂ. അതിന് റോഷൻ, എനിക്ക് വീണ്ടും നിന്നെ ഒരു തവണ കാണണമെന്ന് തോന്നി, അതുകൊണ്ടാണ് വന്നത് എന്ന് പറയുന്നു. അതിന് ഹേമ, ഭ്രാന്തനെ പോലെ സംസാരിക്കരുത്, എൻ്റെ ഭർത്താവ് ഈ സമയത്ത് നമ്മളെ രണ്ടുപേരെ ഇവിടെ കണ്ടാൽ തെറ്റിദ്ധരിക്കും, പൊക്കോ എന്ന് എത്ര പറഞ്ഞിട്ടും റോഷൻ, ചെറുപ്പത്തിൽ തന്നെ എനിക്ക് അമ്മയുടെ സ്നേഹം നഷ്ടപ്പെട്ടു, ആ സ്നേഹം എങ്ങനെ ഇരിക്കുമെന്ന് പോലും എനിക്കറിയില്ല, അതുകൊണ്ടാണ് നിന്നെ കണ്ടപ്പോൾ നിന്നോട് കണക്ട് ആയത്, അതെങ്ങനെ പറയണമെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് കറണ്ട് പോയി ചുറ്റും ഇരുട്ടാവുന്നു. അപ്പോൾ ഉറക്കമുണർന്നു വന്ന അലക്സ് അവിടെ നിൽക്കുന്ന ഹേമയെ കണ്ടിട്ട്, ഈ സമയത്ത് ഇവിടെ എന്ത് ചെയ്യുക എന്ന് ചോദിക്കുന്നു. ഹേമ ഞെട്ടി തൻ്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അവിടെ റോഷൻ ഉണ്ടായിരുന്നില്ല. അതോടെ ആശ്വാസത്തോടെ ഒന്നുമില്ല എന്ന് പറഞ്ഞ് ഇരുവരും ബെഡ്റൂമിലേക്ക് പോയി ഉറങ്ങുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോൾ റോഷൻ ഇത്തവണ വീണ്ടും അവരുടെ ബെഡ്റൂമിലേക്ക് വന്ന് ഹേമയെ വിളിച്ചുണർത്തുന്നു. റോഷനെ കണ്ട് ഞെട്ടിയ ഹേമ, എൻ്റെ വാക്ക് കേൾക്ക്, അലക്സ് കണ്ട പ്രശ്നമാവും, വേഗം ഇവിടെ നിന്ന് പോ എന്ന് പറഞ്ഞ് അവനെ മെയിൻ ഡോർ തുറന്ന് പുറത്തേക്ക് വിടുമ്പോൾ റോഷൻ ഫുള്ളായി ഇമോഷണലായി ഹേമയുടെ അടുത്തേക്ക് വന്ന് അവളെ ഹഗ് ചെയ്യുന്നു. അപ്പോഴേക്കും ഉറക്കമുണർന്നു വന്ന അലക്സ് അവിടെ എത്തി അവരെ രണ്ടുപേരെയും അങ്ങനെ കണ്ട് ഹേമയെ ഉറക്കെ ശബ്ദമുയർത്തി വിളിക്കുന്നു. അലക്സിനെ കണ്ട് ഹേമയും റോഷനും ഞെട്ടുകയാണ്. അലക്സ് ദേഷ്യത്തിൽ നേരെ കിച്ചണിലേക്ക് പോയി കത്തിയെടുത്ത് വരികയാണ്. ഹേമ അലക്സിനോട്, നിങ്ങൾ കരുതുന്ന പോലെ ഒരു തെറ്റും നടന്നിട്ടില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ വാക്കുകൾ കേൾക്കാതെ കത്തികൊണ്ട് ഹേമയെ കൊല്ലാനായി ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ റോഷൻ അലക്സിനെ തടയാൻ നോക്കുന്നു. അതുകൊണ്ട് അവർ രണ്ടുപേരും തമ്മിൽ വഴക്കുണ്ടാവുന്നു. ഹേമ അവരെ എത്ര തടയാൻ ശ്രമിച്ചിട്ടും അലക്സ് കേൾക്കുന്നില്ല. ഇതേ വഴക്കിനിടയിൽ അലക്സ് കത്തിക്കൊണ്ട് റോഷന്റെ ശരീരത്തിൽ പരിക്കേൽപ്പിച്ച് കൊല്ലാൻ ശ്രമിക്കുമ്പോൾ റോഷൻ ഭയന്നു പോയി അലക്സിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ചുറ്റിക എടുത്ത് അലക്സിന്റെ തലയിൽ ശക്തിയായി അടിക്കുന്നു. അലക്സ് അവിടെ വെച്ച് തന്നെ മരിക്കുന്നു. അത് കണ്ട് ഹേമയും ഞെട്ടി അലക്സിന്റെ ഡെഡ് ബോഡി കണ്ട് നെഞ്ചുപൊട്ടി കരയുന്നു. നീ കാരണമാണ് എൻ്റെ ഭർത്താവ് മരിച്ചത് എന്ന് റോഷനോട് ദേഷ്യപ്പെട്ട് അവനെ തല്ലിക്കൊണ്ട് കരയാണ്. അതോടെ റോഷൻ, ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ പറ്റിപ്പോയതാണ് എന്ന് പറഞ്ഞ് അവളെ ആശ്വസിപ്പിക്കുന്നു. ഇനി എന്ത് ചെയ്യും എന്ന് നന്നായി ആലോചിച്ച റോഷൻ ഷോക്കിലായിരുന്ന ഹേമയോട് പറയുന്നുണ്ട്, നമുക്ക് ഇവിടെ നിന്നും എവിടേക്കെങ്കിലും ദൂരേക്ക് പോവാം. ഈ സമൂഹത്തിലെ മനുഷ്യർ നമ്മളെ സമാധാനത്തോടെ ജീവിക്കാൻ സമ്മതിക്കില്ല. ദേവതയെ പോലെയുള്ള നിന്നെ എങ്ങനെ നോക്കണമെന്ന് നിന്റെ ഭർത്താവിന് അറിയില്ലായിരുന്നു. ഞാൻ നിന്നെ രാജ്ഞിയെ പോലെ നോക്കിക്കൊള്ളാം. ഞാൻ പറയുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സത്യങ്ങളെല്ലാം പറഞ്ഞു. എല്ലാത്തിനും ഞാൻ നിന്നെ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളാം. നിന്റെ ജീവിതം നന്നായിരിക്കണം. നിന്നെ ഈ അവസ്ഥയിൽ തനിച്ചാക്കിയിട്ട് പോകാൻ എനിക്ക് കഴിയില്ല. ഇതിൽ നിന്നും പുറത്തു കിടക്കാൻ നമുക്കൊരു മാർഗമുണ്ട്. ഈ ഡെഡ് ബോഡി പാക്ക് ചെയ്ത് ഇവിടെ നിന്നും 12 കിലോമീറ്റർ ദൂരെയുള്ള കുളത്തിൽ കൊണ്ടുപോയിട്ടിട്ട് കാറിൽ ഗോവയിലേക്ക് പോയി അവിടെ നിന്നും കപ്പലിൽ യൂറോപ്പിലേക്ക് പോവാം. അവിടെ എനിക്ക് അറിയാവുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. അവിടെ സന്തോഷമായി ജീവിക്കാം എന്ന് പറയുന്നു. അങ്ങനെ ബോഡി പാക്ക് ചെയ്ത് അവിടെയുള്ള രക്തക്കറകളെല്ലാം ക്ലീൻ ചെയ്ത് ഹേമയോട്, ഞാൻ വീട്ടിൽ പോയി എൻ്റെ ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് 1 മണിക്കൂറിനുള്ളിൽ തിരികെ വരാം, അതുവരെ സൂക്ഷിച്ചിരിക്കണമെന്ന് പറഞ്ഞു പോകുന്നു. എന്നാൽ കുറച്ചു കഴിഞ്ഞപ്പോഴേക്കും അവിടേക്ക് വന്ന ഹേമയുടെ പാരൻസ് അവിടെ അലക്സിന്റെ ഡെഡ് ബോഡി കണ്ട് ഞെട്ടുകയും, എന്തിനാ ഇങ്ങനെ ചെയ്തത്, നിന്റെ ജീവിതം നീ തന്നെ നശിപ്പിച്ചല്ലോ എന്ന് പറഞ്ഞ് ഹേമയെ തല്ലിക്കരയുമ്പോൾ അപ്പോഴേക്കും ഹേമ ഞെട്ടി ഉണരുന്നു. സത്യത്തിൽ ഹേമ തൻ്റെ പാരൻസ് വന്നതായി സ്വപ്നം കണ്ടതായിരുന്നു. അപ്പോഴേക്കും റോഷൻ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടും തിരികെ വരാത്തത് കൊണ്ട് റോഷനെ ഫോൺ വിളിച്ച് നോക്കുമ്പോൾ അവൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് എന്ന് വരുന്നു. അതോടെ ഹേമ ഞെട്ടി കാറിൽ വേഗം റോഷന്റെ അപ്പാർട്ട്മെന്റിൽ പോയി നോക്കുമ്പോൾ ഇവിടെയാണ് കിടിലൻ ട്വിസ്റ്റ്. അവിടെ റോഷനോ അവൻ്റെ ലഗേജോ ഉണ്ടായിരുന്നില്ല. അവിടെ ഒരു കത്തുണ്ടായിരുന്നു. അത് റോഷൻ ഹേമയ്ക്കായി എഴുതിയതാണ്. ഹേമ അതെടുത്ത് വായിക്കുകയാണ്. അപ്രതീക്ഷിതമായി നടന്ന ആക്സിഡന്റിലാണ് നമ്മൾ രണ്ടുപേരും കണ്ടുമുട്ടിയത്. നിന്റെ ഭർത്താവിന്റെ സ്നേഹത്തിൽ നിന്നും അകന്ന് കൺഫ്യൂഷനിൽ നിന്നിരുന്ന നിന്നെ സ്വന്തമാക്കാൻ ഞാൻ ഒരുപാട് തവണ ശ്രമിച്ചു.
എന്നാൽ ഓരോ തവണയും ഏതോ ഒരു ശക്തി എന്നെ രക്ഷിച്ചുകൊണ്ടിരുന്നു. എന്നിൽ നിന്നും അകന്ന് ഇപ്പോൾ വീണ്ടും നിന്റെ ഭർത്താവൊത്ത് ജീവിക്കണം എന്ന് നീ ആഗ്രഹിച്ചു. അതുകൊണ്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്റെ ഭർത്താവിന് നിന്റെ മേൽ സംശയം ഉണ്ടാക്കി നിന്നെ സ്വന്തമാക്കാൻ ആഗ്രഹിച്ച സമയത്താണ് ഇങ്ങനെ സംഭവിച്ചത്. എന്നാൽ നിനക്ക് വേണ്ടി ഈ ക്രൈം എൻ്റെ മേൽ ഏറ്റെടുക്കാൻ മാത്രം ഭ്രാന്തനല്ല ഞാൻ. അതുകൊണ്ട് ഈ ഡാർക്ക് നൈറ്റിൽ നിന്നെ തനിച്ചാക്കി പുതിയ ലൈഫ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഗുഡ് ബൈ എന്ന് എഴുതിയിരുന്നു. അത് വായിച്ച് ഹേമയുടെ മൈൻഡ് ബ്ലാങ്ക് ആവുകയും ഫുള്ളായി ഇമോഷണലായി അങ്ങനെ നടന്നു പോകുമ്പോൾ സ്ട്രോക്ക് വന്ന് താഴെ വീഴുകയും ചെയ്യുന്നു. അപ്പോൾ അവളുടെ അടുത്തേക്ക് ഒരാൾ വന്ന് ഹേമ എടുത്തുകൊണ്ട് പോകുന്നതായി കാണിക്കുന്നുണ്ട്. സീൻ കട്ട് ചെയ്താൽ അങ്ങനെ ഹേമയ്ക്ക് സ്ട്രോക്ക് വന്ന് കണ്ണു തുറന്നു നോക്കുമ്പോൾ തൻ്റെ മുന്നിൽ മൂവിയുടെ തുടക്കത്തിൽ യാചകന്റെ വേഷത്തിൽ കണ്ട അതേ വ്യക്തി നിൽക്കുന്നു. എന്നാൽ ഇപ്പോൾ ഹേമയ്ക്ക് അയാൾ ദൈവത്തെ പോലെ തോന്നാണ്. അതോടെ ഹേമ അയാളുടെ കാലിൽ വീണ് ഞാൻ ചെയ്ത തെറ്റ് കാരണമാണ് എൻ്റെ ഭർത്താവ് മരിച്ചത്, എൻ്റെ പാപം ക്ഷമിക്കണം, എൻ്റെ ഭർത്താവിനെ രക്ഷിക്കാനുള്ള ശക്തി എനിക്ക് നൽകു പ്രഭു എന്ന് പ്രാർത്ഥിക്കുന്നു. അതിന് ആ വ്യക്തി ഹേമയുടെ തലയിൽ കൈവച്ച് കാലത്തെ പിന്നിലേക്ക് കൊണ്ടുപോകാനുള്ള ശക്തി ആ ദൈവത്തിനുണ്ട്, പോ മകളെ, പോയി നിന്റെ ഭർത്താവിനെ രക്ഷിക്കുക എന്ന് അനുഗ്രഹിക്കുന്നു. അതോടെ ഹേമ കണ്ണടച്ച് തുറന്നു നോക്കുമ്പോൾ അലക്സും റോഷനും വഴക്കുണ്ടാക്കുന്ന സമയത്തേക്ക് എത്തുന്നു. അപ്പോൾ അലക്സ് കത്തിക്കൊണ്ട് റോഷനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ റോഷനും അവിടെയുള്ള ചുറ്റിക എടുത്ത് അലക്സിനെ ആക്രമിച്ച് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിക്കുന്ന നിമിഷമാണ്. ഇത് കണ്ട് ഹേമ പെട്ടെന്ന് അവിടേക്ക് വന്ന് റോഷനെ തടയുകയും അവൻ്റെ കയ്യിൽ നിന്നും ആ ചുറ്റിക പിടിച്ചു വാങ്ങിയ അലക്സിനെ രക്ഷിക്കുകയും റോഷനെ ദൂരേക്ക് തള്ളിയിട്ട് അതേ ചുറ്റിക കൊണ്ട് റോഷനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ റോഷൻ ഞെട്ടി അവിടെ നിന്നും രക്ഷപ്പെടുന്നു. ഇതെല്ലാം കണ്ട് അലക്സ് ഞെട്ടുകയും ഞാൻ വെറുതെ ഹേമ തെറ്റ് ചെയ്തു എന്ന് തെറ്റിദ്ധരിച്ച് അവളെ കൊല്ലാൻ നോക്കിയല്ലോ എന്ന് റിയലൈസ്ഡായി ഫുള്ളായി ഇമോഷണലായി ഹേമയുടെ കാലിൽ വീണ് ക്ഷമ ചോദിക്കുന്നു. ഹേമ അവനെ ഹഗ് ചെയ്ത് കരയുന്നു. അങ്ങനെ അവർ രണ്ടുപേരെയും കണ്ട റോഷനും ഹേമയുടെ കാര്യത്തിൽ ഞാൻ തെറ്റാണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് തൻ്റെ സ്നേഹത്തിന് വേണ്ടി അവർ രണ്ടുപേരെയും പിരിക്കരുത് എന്ന് ഇമോഷണലായി അവിടെ നിന്നും പോകുന്നു. ഇതോടെ ഈ സിനിമ അവസാനിക്കുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു? സിനിമ ഇഷ്ടപ്പെട്ടോ? സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ.